എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനായിട്ട് ചിലർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. കൂടുതൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞ് ഏത് കുഞ്ഞായിരിക്കും എന്നറിയാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ, നമുക്ക് ദൈവം തരുന്ന ദാനമാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരുപാട് പേര് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് ഏത് കുഞ്ഞായാലും, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരാനായിട്ട് നമ്മൾ എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ആ ഒരു ടൈമിൽ ഏത് കുഞ്ഞായിരിക്കും. അത് ചിലപ്പോൾ പേര് കണ്ടുവയ്ക്കാനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡ്രസ്സുകൾ മേടിക്കാൻ, ആ ഒരു തരത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് തികച്ചും സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പോസിബിലിറ്റീസും മാത്രമാണ്. നമുക്ക് ഇതിങ്ങനെ ആയിരിക്കും എന്നുകൊണ്ടുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു തരത്തിലും ഇത് നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമ്മുടെ പഴയ ആൾക്കാർ പറയില്ലേ, ഒരു വിശ്വാസമാണ് അത്. അവർ നമ്മൾ കാണുമ്പോൾ പറയില്ലേ, ചിലപ്പോൾ ആൺകുഞ്ഞായിരിക്കും, അല്ല പെൺകുഞ്ഞായിരിക്കും ഒക്കെ, ഒരു എന്താ പറയുക, ഒരു പോസിബിലിറ്റീസ് മാത്രമാണ്. ഇത് ഒട്ടും തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. അത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ആണ്. കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 140 അല്ലെങ്കിൽ 145 മുകളിലാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ബേബി ഗേൾ ആയിരിക്കും. ഇല്ല, അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് ബേബി ബോയ് ആയിരിക്കും എന്നാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. ഇപ്പം എൻ്റെ കാര്യത്തിൽ അത് ശരിയാണ് കേട്ടോ. അപ്പോൾ സ്കാനിങ്ങിലാണ് നമുക്ക് ഹാർട്ട് റേറ്റ് മനസ്സിലാവുക. അപ്പം സ്കാനിങ്ങിൽ അവർ അഞ്ചാമത്തെ മാസത്തിലെ സ്കാനിങ്ങിൽ മോളുടെ ഹാർട്ട് റേറ്റ് 145 ആയിരുന്നു. അപ്പോൾ അടുത്ത സ്കാനിങ്ങിൽ അത് കൂടി വരികയാണ് ചെയ്തത്. 158 ആയി, പിന്നെ 165 ആയി. അപ്പം എൻ്റെ കാര്യത്തിൽ ആ ഒരു കാര്യം ശരിയായിരുന്നു. ഹാർട്ട് റേറ്റ് നോക്കിയിട്ട് എനിക്ക് മോളായിരുന്നു കേട്ടോ, ബേബി ഗേൾ ആയിരുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടക്കുന്ന ആ ഒരു പൊസിഷൻ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും പറയാം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് കിടക്കണം എന്നാണ് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലും റൈറ്റ് സൈഡിലോട്ട് കിടക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ആയിരുന്നു. എപ്പോഴും തോന്നിയിട്ടില്ല, ഭയങ്കര ഒരു കംഫർട്ടബിളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് പറയുന്നത് റൈറ്റ് സൈഡിൽ നമ്മൾ ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് കേട്ടോ പറയണത്. ഇല്ല, ഇനി ലെഫ്റ്റ് സൈഡിലോട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ മേ ബി അത് ആൺകുഞ്ഞായിരിക്കാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി. ഇതൊക്കെ പോസിബിലിറ്റീസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ശരി, ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ പ്രഗ്നൻസി പീരീഡിൽ ഒരു 8 മാസം അല്ലെങ്കിൽ 7-8 മാസം ലാസ്റ്റ് ആകുമ്പോൾ തൊട്ട് നമ്മുടെ കഴുത്ത് നല്ലോണം മുഖം കഴുത്തിൻ്റെ പിൻവശമൊക്കെ നല്ലോണം കറുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബേബി ബോയ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അധികം കറുക്കുന്നൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേബി ഗേൾ ആയിരിക്കും. ഇതും എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു. എനിക്ക് അത്ര കറുപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു കേട്ടോ. പിന്നെന്താണ് അടുത്തൊരു പോയിൻ്റായിട്ട് പറയണത്, നമുക്ക് ആ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പോൾ ചിലർക്ക് സ്വീറ്റ്സ് കഴിക്കാനായിരിക്കും താല്പര്യം, മധുരം ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അപ്പം മധുരം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, മധുരം കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ബേബി ഗേൾ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എരിവും പുളിയുള്ളതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ താല്പര്യം കൂടുതൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബേബി ബോയ് ആയിരിക്കാം എന്നാണ് കേട്ടോ പറയുന്നത്. ഇതും എൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ശരിയായിരുന്നു. ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂറിൻ്റെ ആ ഒരു ടൈമിൽ നമ്മുടെ യൂറിൻ്റെ കളർ ഡാർക്ക് യെല്ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബേബി ബോയ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ യൂറിൻ്റെ കളറ് ഡാർക്ക് കളർ ആവുന്നുണ്ടെങ്കിൽ അത് ബേബി ബോയ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ബേബി ഗേൾ ആയിരിക്കാം എന്നാണ് അടുത്തൊരു പോസിബിലിറ്റീസായിട്ട് പറയുന്നത്.
പിന്നെ എന്താണ്, നമ്മൾ ആ ഒരു പീരീഡിൽ, പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് നമ്മുടെ മുടി വലുതാവുകയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ പറയുകയാണ് മുടി വലുതായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ മേ ബി അത് ബേബി ബോയ് ആയിരിക്കാം. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് മുടി വലുതാവും എന്നൊക്കെയാണ് കേട്ടോ പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പം അതിൽ എന്തോരം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണ് ഒരു വിശ്വാസം. ഇല്ല, മുടി വലുതാവുന്നൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ബേബി ഗേൾ ആയിരിക്കാം എന്നാണ് പറയണത്. പിന്നെന്താണ്, പിന്നെ ഒരു ടെസ്റ്റാണ് പറയണത്. നമ്മൾ യൂറിൻ എടുത്തിട്ട് അതിൽ 2 സ്പൂൺ ബേക്കിംഗ് സോഡ നമ്മളിട്ട് നോക്കുക. അങ്ങനെയാണ് അതിൽ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ അത് പതഞ്ഞ് വരുന്നുണ്ടെങ്കിൽ, അതിൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ബേബി ബോയ് ആയിരിക്കും എന്നാണ് പറയുന്നത്. റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബേബി ഗേൾ ആയിരിക്കും എന്നാണ് പറയണത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പ്ലാസൻ്റൽ പൊസിഷനൊക്കെ നോക്കിയിട്ട് പറയുന്നതുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പോസിബിലിറ്റീസുള്ളത്, ആൺകുഞ്ഞാവാനും പെൺകുഞ്ഞാവാനും. എന്ത് തന്നെ ആയാലും നമുക്ക്, ഏത് കുഞ്ഞായാലും നമുക്ക് ദൈവം തരുന്ന ദാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരുപാട് പേര് കുഞ്ഞുങ്ങളില്ലാതെ 10, 15, 20 വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പേഴ്സണലി എനിക്ക് അറിയാവുന്നവരുണ്ട്. പേഴ്സണലി ഞാനും ആ ഒരു വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് മോളുണ്ടായത്. അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം എന്ത് കുഞ്ഞായാലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ഒപ്പം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.